പ്രിയമിത്രങ്ങളെ, ഏവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. കഥ ആരംഭിക്കാം. ഞാൻ കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ വളർന്നു വന്ന ഒരു കൊച്ചു പെൺകുട്ടിയാണ്. പേര് ഗേളി. എനിക്കിപ്പോൾ 20 വയസ്സുണ്ട്. ഞാനിപ്പോൾ കാനഡയിലാണ് പഠിക്കുന്നത്. കാനഡയിൽ എത്തുന്നതിന് മുമ്പുള്ള എൻ്റെ ജീവിതത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. എനിക്കാണെങ്കിൽ ഈ ആൺകുട്ടികളുടെ വായിൽ നോക്കുന്നത് ഒരു ഹരമായിരുന്നു. ബസ്സിൽ പോകുമ്പോൾ ബസ്സിലെ കിളിയെയും കണ്ടക്ടറെയും വഴിയെ പോകുന്ന ചേട്ടന്മാരെയൊക്കെ വായിൽ നോക്കുന്നത് എൻ്റെ ഒരു പ്രധാന ഹോബിയാണ്. നോക്കുമെങ്കിലും ഞാൻ ആരോടൊന്നും അധികം അടുത്തിട്ടൊന്നുമില്ല കേട്ടോ. കാരണം എൻ്റെ പ്രായം ഇതായതുകൊണ്ട് എനിക്ക് മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ബാംഗ്ലൂരിലാണ് ജോലി ചെയ്യുന്നത്. എനിക്കൊരു ചേട്ടനുണ്ട്. ചേട്ടൻ ചെന്നൈയിൽ MBAക്ക് പഠിക്കുന്നു. എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മുമ്മയും മാത്രമാണുള്ളത്. അമ്മുമ്മയ്ക്കും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉണ്ട്. അതെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഞാനാണ് കേട്ടോ. അമ്മുമ്മ കുറച്ച് മോഡേണൊക്കെയാണ്. അങ്ങനെ ഒരു ദിവസം വെറുതെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് തുടങ്ങി. അതിൽ ഒരുപാട് പേര് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു. അതിലൊരു ചേട്ടൻ്റെത് ഞാൻ അക്സെപ്റ്റ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ചാറ്റിങ് തുടങ്ങി. എനിക്കാണെങ്കിൽ എന്നെക്കാളും പ്രായം കൂടിയ ആൾക്കാരോടാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ആ ചേട്ടനുമായി നിരന്തരം ചാറ്റ് തുടങ്ങി. ആദ്യമൊക്കെ ഞങ്ങൾ പൊതുവെ നോർമലായിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിച്ചതൊക്കെ. എവിടെയോ വെച്ച് സംസാരത്തിന്റെ ടോൺ അങ്ങ് മാറി. അങ്ങേരെന്നോട് ചോദിച്ചു, ഈ ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി നിനക്ക് വല്ലതും അറിയാമോ എന്ന്. എനിക്കാണെങ്കിൽ എൻ്റെ ആ പ്രായത്തിൽ അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. മദ്യം കഴിച്ചേച്ച് എൻ്റെ അച്ഛനും അമ്മയും കൂടി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നതെന്താണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ അച്ഛനും അമ്മയും ആണെങ്കിൽ കയ്യിലുള്ളത് ഷെയർ ഇട്ട് ഒരുമിച്ചിരുന്ന് മദ്യം കഴിക്കുന്നവരാണ്. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സ്ഥലകാല ബോധം ഒന്നും കാണില്ല. ഒന്നെങ്കിൽ അവർ രണ്ടുപേരും കൂടി തല്ലും ബഹളവും നടക്കും, അല്ലെങ്കിൽ പിന്നെ അവർ രണ്ടുപേരും കൂടി തമ്മിൽ നടക്കേണ്ടതൊക്കെ നടക്കും. അത് ഏത് മുറിയാണെന്നോ ആരുടെ മുന്നിൽ വെച്ചാണെന്നോ എവിടെയാണെന്നോ എന്ന് പോലും രണ്ടുപേരും നോക്കില്ല. മിക്കവാറും അവർ രണ്ടുപേരും കൂടി ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വിചാരിക്കാം ഇതെല്ലാം കണ്ടു വളർന്ന ഞാൻ എങ്ങനെയാവും നന്നാവുകയെന്ന്. ആ ചേട്ടൻ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന്. അപ്പോൾ അങ്ങേര് പറയുക, അങ്ങേരെല്ലാം പഠിപ്പിച്ചു തരാമെന്ന്. ഞാനൊന്ന് ചിന്തിച്ചിട്ട് ഓക്കെയും പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചേട്ടൻ എനിക്കൊരു വീഡിയോ അയച്ചു തന്നു. എന്റെ പൊന്നോ, ഞാനത് ഓപ്പൺ ആക്കി നോക്കി. അത് കണ്ട ഞാൻ ഞെട്ടിപ്പോയി. പേടിച്ചു വിറച്ച് ഞാൻ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് മാറ്റി. കുറച്ചു കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് വീണ്ടും കണ്ടു. അത് കുറച്ചേറെ നേരം ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. ഒരു സായിപ്പിന്റെയും മാതാമ്മയുടെയും. ഞാനാണെങ്കിൽ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നത് തന്നെ. ഞാൻ അങ്ങേരോട് ചോദിച്ചു, എന്താ ചേട്ടാ ഇത്? അപ്പോൾ അയാൾ പറഞ്ഞു, ഇതാണ് മോളെ ആണുങ്ങളും പെണ്ണുങ്ങളും സ്വർഗത്തിൽ പറന്നു നടക്കുന്നതെന്ന്. മനസ്സിലായോ? ഞാൻ ചെറുതായിട്ടൊന്ന് മൂളി. അങ്ങേര് വീണ്ടും ചോദിച്ചു, മോൾ അതിലെ ചെറുക്കനെ കണ്ടോ? ഞാൻ പറഞ്ഞു, കണ്ടു. അപ്പോൾ അയാൾ വീണ്ടും പറഞ്ഞു, എങ്കിലേ അതുപോലത്തെ ചേട്ടൻ്റെത് കാണിച്ചു തരട്ടെ. കാണിച്ചോ ചേട്ടാ? ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു. നല്ല വലിയൊരു തടിയനായിരുന്നു അയാളുടേത്. ഞാൻ അത് കണ്ട് ഞെട്ടിപ്പോയി. എങ്ങനെയുണ്ട് മോളെ, കൊള്ളാവോ? അങ്ങേര് ചോദിച്ചു. ആ കൊള്ളാം ചേട്ടാ, ഉഗ്രൻ. ഞാൻ പറഞ്ഞു. മോളിനി ഇതുപോലെ മോളുടെ നാരങ്ങയുടെ ഫോട്ടോ എടുത്തേക്ക്. അങ്ങേര് പറഞ്ഞു. ഞാൻ എൻ്റെ നാരങ്ങയുടെ ഫോട്ടോ അയാൾക്ക് അയച്ചു കൊടുത്തു. അന്നാണെങ്കിൽ എനിക്ക് വളരെ ചെറിയ നാരങ്ങയാണ് ഉണ്ടായിരുന്നത്. ചേട്ടൻ ആ ഫോട്ടോ നോക്കിയിട്ട് ചോദിച്ചു, മോൾക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? ഞാൻ എൻ്റെ അന്നത്തെ പ്രായം അയാളോട് പറഞ്ഞു. അയ്യോ സോറി ഉണ്ട് മോളെ, മോൾ ഇത് ആരോടും പറയല്ലേ പ്ലീസ്. ചേട്ടൻ അറിയാതെ പറ്റിപ്പോയതാ. മോളൊരു കാര്യം ചെയ്യും, ആ ചാറ്റെല്ലാം ഡിലീറ്റ് ചെയ്ത് കളാ. പാവം ചേട്ടൻ എന്റെ പ്രായം കേട്ട് പേടിച്ചു പോയതാന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഇങ്ങനത്തെ ഒരു സംഭവം ഒരു 2-3 കൊല്ലത്തേക്ക് നടന്നില്ല. എന്റെ ഉള്ളിലുള്ള വികാരത്തെ പുറത്തു കൊണ്ടുവന്നത് ഒരു അധ്യാപകനാണ്. അധ്യാപകൻ എന്ന് പറയുമ്പോൾ ഞാൻ ട്യൂഷൻ പഠിക്കാൻ പോകുന്ന ട്യൂഷൻ സെന്ററിലെ അധ്യാപകനാണ് കേട്ടോ.
ആളിന് വലിയ പ്രായമൊന്നുമില്ല, 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചുള്ളൻ അധ്യാപകൻ. പഠിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വായിൽ നോക്കി ഇങ്ങനെ ഒരേ ഇരിപ്പാണ്. അങ്ങേരെ പറ്റി പറഞ്ഞാൽ നല്ല പൊക്കമൊക്കെയുള്ള സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ. ഇയാളെ എങ്ങനെയൊന്ന് വളയ്ക്കും എന്നാലോചിച്ചിരുന്നാണ് ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാം തുടങ്ങിയത്. അതിൽ ഞാൻ എൻ്റെ പേരിൽ ഒരു ഐഡിയ എടുത്തു. അയാൾക്ക് ഞാൻ ഒരു മെസ്സേജ് അയച്ചു. ആദ്യം ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടു, കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ സംസാരിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ ഇഷ്ടം അങ്ങേരോട് അങ്ങ് തുറന്നു പറഞ്ഞു. അയാളാണെങ്കിൽ ആദ്യം അത് നിരസിക്കുകയാണ് ചെയ്തത്. പിന്നെ ഒരു 2 മാസം കഴിഞ്ഞ് കാണും എന്നെ ഇഷ്ടമാണെന്ന് അങ്ങേര് പറഞ്ഞു. പിന്നെ സ്ഥിര സംസാരമായി, വിളിയായി. അങ്ങനെ അക്കാലത്താണ് കൊറോണ വരുന്നത്. കൊറോണ വന്നപ്പോൾ പിന്നെ സ്ഥിരം ഫോണിൽ കൂടി സംസാരവും ചാറ്റും. നേരിട്ട് കാണാൻ കഴിയുന്നില്ല എന്ന ഒരു വിഷമം മാത്രമായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ മുൻകൈ എടുത്ത് അങ്ങേരോട് ചോദിച്ചു, സാറിന് ഈ ആണും പെണ്ണും പരസ്പരം ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാമോ? ഞാൻ പേടിച്ചാണ് ചോദിച്ചത്. ഒരു അധ്യാപകനല്ലേ, ഇനി വല്ല വഴക്കും പറയുമോ? അപ്പോൾ സാറ് പറഞ്ഞു, അറിയാമല്ലോ. ഓ, എനിക്ക് ആശ്വാസമായി. എന്തായാലും ഒന്നും പറഞ്ഞില്ല സാർ. പിന്നെ ഞാൻ ചോദിച്ചു, സാർ വീഡിയോസ് ഒക്കെ കാണാറുണ്ടോ? കാണാറുണ്ടല്ലോ, എന്താ? മറുപടിയും കിട്ടി. ഞാൻ ചോദിച്ചു, എന്നെയും കൂടി ഒന്ന് കാണിച്ചു തരാമോ സാർ? അപ്പോൾ സാർ പറഞ്ഞു, കാണിച്ചു തരാമല്ലോ. അന്നു മുതൽ സാർ എനിക്ക് മറ്റേ വീഡിയോസ് ഒക്കെ അയക്കാൻ തുടങ്ങി. കൂടുതലും കപ്പിൾസ് വീഡിയോസ് ആണ് അയക്കുന്നത്. ഇൻസ്റ്റയിലായതുകൊണ്ട് ഓരോ മിനിറ്റ് കട്ട് ചെയ്താണ് സാർ എനിക്ക് അയച്ചു തരുന്നത്. പിന്നെ പിന്നെ സ്ഥിരം വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചു തരും. അങ്ങനെ ഞാൻ സാറിനോട് ചോദിച്ചു, എനിക്ക് സാറിന്റെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് ചെറിയൊരു കൊതി. അപ്പോൾ സാർ എനിക്ക് വീഡിയോ കോൾ ചെയ്ത് എല്ലാം കാണിച്ചു തന്നു. ഞാൻ അന്തം വിട്ടുപോയി. വളരെ മെലിഞ്ഞ ശരീരമായിരുന്നു സാറിൻ്റെത്. പക്ഷേ മോൻ നല്ല വലിപ്പമായിരുന്നു. സാർ എഴുന്നേറ്റ് നിന്ന് ഏതാണ്ടൊക്കെ ചെയ്തു. കുറച്ചു കഴിഞ്ഞ് സാർ തളർന്ന് താഴേക്കിരുന്നു. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നെ ഡെയിലി ഞാൻ സാറിനെ കൊണ്ട് വീഡിയോ കോൾ ചെയ്യിപ്പിക്കും, എന്നിട്ട് അതിരുന്ന് കാണും. അങ്ങനെ ഒരു ദിവസം സാർ എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെ ഒന്നുമില്ലാതെ ഒന്ന് കാണണം. ഞാൻ പറഞ്ഞു, അതിനെന്താ സാർ? ഞാൻ ഓക്കെ പറഞ്ഞു. ഞാനും വീഡിയോ കോളിൽ കൂടി സാറിനെ എല്ലാം കാണിച്ചു. സാറെല്ലാം കണ്ട് അന്തം വിട്ടു. എന്നിട്ട് പറഞ്ഞു, കൊള്ളാം. പിന്നെ അതിനുശേഷം സാർ പറയുന്നത് പോലെ എല്ലാം ഞാൻ വീഡിയോ കോളിൽ കൂടി കാണിച്ചു കൊടുത്തു. സാർ എന്നെ കണ്ട് ഓരോന്നും ചെയ്യിപ്പിച്ചു. അങ്ങനെ മുന്നോട്ട് പോയ ഞങ്ങളുടെ ജീവിതത്തിലെ മോഹങ്ങൾ അടക്കാൻ പറ്റിയില്ല. എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്യുക എന്ന മോഹം ഞങ്ങളുടെ മനസ്സിലുണ്ടായി. ലോക്ക്ഡൌൺ സമയം ആയതുകൊണ്ട് വലിയ പാടായിരുന്നു. ഞങ്ങളുടെ വീടുകൾ തമ്മിൽ കുറച്ചകലമേ ഉണ്ടായിരുന്നുള്ളൂ. സാർ വെളുപ്പിനെ 4 മണിക്ക് നടക്കാൻ പോകാറുണ്ട്. ഇനി നടക്കാൻ പോകുമ്പോൾ നേരത്തെ ഇറങ്ങി ഇങ്ങോട്ട് വാ. ആ സമയത്ത് ആരും കാണാതെ എന്തേലും ചെയ്യാം, ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാം പ്ലാൻ ചെയ്തു. പക്ഷെ ആദ്യത്തെ ദിവസം നടന്നില്ല. കാരണം എൻ്റെ കൂടെ മുത്തശ്ശി ഉണ്ടായിരുന്നു മുറിയിൽ. പിന്നൊരു ദിവസം ആ സമയം നോക്കി ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഞാനും നടക്കാൻ ഇറങ്ങി. ഞാൻ വളരെ സ്പീഡിൽ നടന്നു. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സാറ് വന്നു. എന്നെ കണ്ട് സാർ അവിടെ നിന്നു. അപ്പോഴേക്കും മഴ കൂടാൻ തുടങ്ങിയിരുന്നു. സാർ വന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് കടയുടെ പുറകിലേക്ക് കൊണ്ടുപോയി. കടയുടെ പുറകിൽ നല്ല ഇരുട്ടായതുകൊണ്ട് ആരും കാണില്ല. സാർ എന്നെ ഭിത്തിയോട് ചേർത്ത് നിർത്തി. പലതും ചെയ്തു തുടങ്ങി. എനിക്ക് വല്ലാണ്ട് സുഖം കയറി. പിന്നെ ഒരു അംഗമായിരുന്നു അവിടെ നടന്നത്. പിന്നീട് എല്ലാം കെട്ടടങ്ങി. അപ്പോഴേക്കും മഴ കുറഞ്ഞു വന്നു. ഞങ്ങൾ അവിടെ നിന്നും പോയി. തിരിച്ചു വീട്ടിലെത്തി. അങ്ങനെ കൊറോണയൊക്കെ കഴിഞ്ഞ് ട്യൂഷൻ സെന്റർ തുറന്നപ്പോൾ ഞങ്ങൾ വീണ്ടും കണ്ടു തുടങ്ങി. സാറാണെങ്കിൽ എന്നെ കൊണ്ട് ഓരോ ടൈപ്പിലുള്ള മോഡേൺ ഡ്രസ്സൊക്കെ ഇടിപ്പിക്കാനും തുടങ്ങി. പിന്നീട് ഒരു ലോറി ഡ്രൈവർ ചേട്ടനെ പരിചയപ്പെടാനിടയായി. ആ ചേട്ടനെ കണ്ടാൽ തന്നെ അടിപൊളിയാണ്. നല്ല കട്ട മീശയും നല്ല തടിച്ച ശരീരവും. അങ്ങനെ ആ ചേട്ടന്റെ നമ്പർ സംഘടിപ്പിച്ച് പിന്നീടുള്ള ചാറ്റിംഗ് അങ്ങേരോടൊപ്പമായി. സാറിനെ പയ്യെ ഞാനങ്ങ് വിട്ടു.